ഹായ്, ഞാൻ സ്നേഹ. എസ്എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ദാമ്പത്യ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പ്രശ്നങ്ങൾ കാണുന്നത് എന്തിന്റെ പേരിലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭാര്യ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങൾ ഭർത്താവിൽ നിന്നും കിട്ടുന്നില്ല, ഭർത്താവ് ആഗ്രഹിക്കുന്ന പോലെ ഭാര്യ പെരുമാറുന്നില്ല എന്നുള്ളതൊക്കെയാണ്. രണ്ടുപേരും മനസ്സിലാക്കുന്നതിന്റെ ഒരു പ്രശ്നമാണ് അവിടെ വരുന്നത്. അതായത് കൃത്യമായിട്ട് എന്താണ് പുരുഷന്മാർക്ക് ആവശ്യമുള്ളത്, സ്ത്രീകൾ എന്തൊക്കെ ആഗ്രഹിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരില്ല. പക്ഷേ ഇത് അവർക്ക് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. സോ നിങ്ങളൊരു ഭർത്താവാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യം മുഴുവനായിട്ട് നിങ്ങൾ കാണണം. ബിക്കോസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് തന്നെ ഉള്ളതാണ്. ഒരു ഭാര്യ എന്തൊക്കെയാണ് ഭർത്താവിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം പോരാ, ആ രീതിയിൽ നിങ്ങൾ പെരുമാറിയാൽ മാത്രമാണ് നിങ്ങളുടെ ഭാര്യ ഹാപ്പി ആവുള്ളൂ. നിങ്ങളുടെ ഭാര്യ ഹാപ്പി ആയാൽ മാത്രമാണ് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് നോക്കാം, ഭാര്യമാര് എന്തൊക്കെ കാര്യങ്ങളാണ് ഭർത്താവിൽ നിന്നും ആഗ്രഹിക്കുന്നുണ്ടാവുക എന്നുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്നേഹവും കരുതലുമാണ്. അതായത് എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്നത് സ്നേഹം അനുഭവിക്കാനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വാക്കിലും പ്രവൃത്തിയിലും സ്നേഹം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ചില ഭർത്താക്കന്മാരെ നമ്മൾ കാണാറുണ്ട്, അവരുടെ വാക്കുകളിൽ ഭയങ്കര സ്നേഹമായിരിക്കും, പക്ഷെ പ്രവൃത്തിയിൽ അങ്ങനെയൊന്നും കാണാറില്ല. അവർക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കുന്നുണ്ടായിരിക്കും. അതായത് അവരുടെ മൂഡ് സ്വിങ്സ് മനസ്സിലാക്കുക, ഇല്ലെങ്കിൽ അവരുടെ ഒപ്പം ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുക, ഹെൽപ്പ് ചെയ്യുക, അങ്ങനെയൊക്കെ. അവരുടെ സ്ട്രെസ്സും അങ്ങനെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഷെയർ ചെയ്യാനുള്ള ഒരു പേഴ്സൺ ആയിട്ട് മാറുക, അങ്ങനെയൊന്നും പലരും ചെയ്യാറില്ല. പക്ഷേ വാക്കുകളിൽ ഭയങ്കര സ്നേഹമാണ്, എനിക്കിതിനെ ഭയങ്കര ഇഷ്ടമാണ്, നീ ഇല്ലാതെ എനിക്ക് എൻ്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടാവും. പക്ഷെ ബുദ്ധിമുട്ടുകൾ അവർ മനസ്സിലാക്കില്ല എന്നുള്ളതാണ്. ഇനി മറ്റു കുറച്ച് ഭർത്താക്കന്മാർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവര് പ്രവൃത്തിയിൽ സ്നേഹം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, പ്രവൃത്തിയിൽ സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷേ വാക്കുകളിൽ സ്നേഹമില്ല. വാക്കുകളിൽ സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ല എന്നുള്ളതാണ്. അത് അവരെ തെറ്റു പറയാനില്ല. പുരുഷന്മാർ പൊതുവെ കുറെ പേര് അങ്ങനെ തന്നെയാണ്, വാക്കുകളിൽ സ്നേഹം പ്രകടിപ്പിക്കാൻ അവർക്ക് അറിയില്ല. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീകൾ വാക്കുകളിലും പ്രവൃത്തിയിലും സ്നേഹം അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ചില സ്ത്രീകൾക്ക് പ്രവൃത്തികളിൽ സ്നേഹം കിട്ടിയാൽ മതി, ചില സ്ത്രീകൾക്ക് വാക്കുകളിൽ തന്നെ കിട്ടണം എന്നുണ്ട്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഭാര്യ എന്താ ആഗ്രഹിക്കണം എന്നുള്ളത് നോക്കുക. നിങ്ങൾ അവർക്ക് കുറേ സാധനങ്ങൾ വാങ്ങിക്കൊടുത്തു എന്ന് വിചാരിക്കാം. അവർക്ക് വേണ്ടി ഡ്രസ്സ്, ചപ്പല്, എല്ലാ സാധനങ്ങളും, അവർക്ക് കഴിക്കണം എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തു. അപ്പൊ അവർ ഹാപ്പിയാണ്. പക്ഷേ നിങ്ങൾ അവരുടെ കൂടെ ഇരുന്ന് സംസാരിക്കുന്നില്ല എന്ന് വിചാരിക്കാം. ബാക്കിയുള്ള സമയം നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളുമായിട്ട് ബിസിയാണ്, പക്ഷെ അവർക്ക് വേണ്ടത് വാങ്ങിക്കൊടുക്കുന്നുമുണ്ട്. ഇവിടെ ഒരിക്കലും ഭാര്യയ്ക്ക് സംതൃപ്തി ഉണ്ടാവില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്തൊക്കെ വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാലും ആളുടെ കൂടെ നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് ആ ഒരാൾക്ക് ഹാപ്പി ആവാൻ പറ്റില്ല. അതിലൊരിക്കലും ഒരു ഭാര്യ നിങ്ങൾ തെറ്റ് പറയരുത്. കാരണം എല്ലാ സ്ത്രീകളും അങ്ങനെയാണ്, അവരുടെ കൂടെ ഇരിക്കുക, അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, ഇതിനാണ് ഓരോ സ്ത്രീകളും കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക. നിങ്ങൾ വാക്കിലും പ്രവൃത്തിയിലൊക്കെ സ്നേഹം കാണിക്കുക. നിങ്ങൾ ഇനിയിപ്പോൾ അങ്ങനെയുള്ള ഒരാളല്ലെങ്കിലും നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അങ്ങനെയായി മാറുക എന്നുള്ളതാണ്. നിങ്ങൾ അവരുടെ കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അവരുടെ ഇഷ്ടങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ബഹുമാനമാണ്. നിങ്ങളുടെ ഭാര്യയുടെ വാക്കുകൾ, അതേപോലെ അവരുടെ ഇമോഷൻസ്, ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുകയും അതിനെ റെസ്പെക്ട് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു കുറേ ഭർത്താക്കന്മാരുടെ ഒരു പ്രശ്നം വരാറുണ്ട്. ഇപ്പോൾ വീട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ ഭർത്താവ് എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ ഭാര്യ ചെന്നിട്ട് ഇതിങ്ങനെ വേണ്ട എന്ന് പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ പറയും, നീ ഇതിനിടപെടാൻ നിൽക്കണ്ട, എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്, ഇങ്ങനെ പറയും. പക്ഷെ അവർ പോയി ചെല്ലുന്നത് ചിലപ്പോൾ ഒരു തെറ്റിലേക്കൊക്കെ ആയിരിക്കാം. നമ്മൾ കേട്ടിട്ടില്ലേ, ഭാര്യമാരുടെ വാക്കുകൾ കേൾക്കുന്ന ഭർത്താക്കന്മാരുടെ ജീവിതം വിജയിക്കാനുള്ള സാധ്യത 80% കൂടുതലാണ് എന്നുള്ളത്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. പക്ഷെ ഇവിടെ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ, ഭാര്യമാരുടെ കാര്യങ്ങൾ, അവർ പറയുന്ന വാക്കുകൾക്ക് പോലും പല ഭർത്താക്കന്മാരും വില കൊടുക്കാറില്ല. അതേപോലെ അവരുടെ ഇമോഷൻസ്, അവർക്ക് വിഷമം വരുമ്പോൾ അത് മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല. അവർ ഭയങ്കര ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ എന്താ നീ ഇത്ര സന്തോഷിച്ചിരിക്കുന്നത് എന്നുള്ളത് ചോദിക്കാറില്ല. അവരുടെ ഹാപ്പിനെസ്സിൽ നിങ്ങൾ പങ്കുചേരാറില്ല, അല്ലെങ്കിൽ അതിനെ നിങ്ങൾ ഒരു സെലിബ്രേഷൻ ആയിട്ട് നടത്താറില്ല. സെലിബ്രേഷൻ എന്ന് പറഞ്ഞെങ്കിൽ 100 ആൾക്കാരെ വിളിച്ച് വലിയ പാർട്ടി നടത്തുക എന്നുള്ളതൊന്നല്ല. രണ്ടുപേരും മാത്രമായിട്ട് ജസ്റ്റ് ഒന്ന് പുറത്ത് പോവുകയോ, ആൾക്ക് വേണ്ടത് ഇഷ്ടപ്പെട്ടത് വാങ്ങിക്കൊടുക്കുക, അങ്ങനെയൊക്കെ കുഞ്ഞു കുഞ്ഞു രീതിയിലുള്ള ചെറിയ സെലിബ്രേഷൻസ്, ഇതൊന്നും നിങ്ങൾ നടത്താറില്ല. ഇതൊന്നും അല്ല ജീവിതം എന്ന് പറയുന്നത്. നിങ്ങൾ അവരെ മനസ്സിലാക്കുക, അവർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക, അവരുടെ വാക്കുകൾക്കും അവരുടെ ഇമോഷൻസിനൊക്കെ നിങ്ങൾ കുറച്ച് വാല്യൂ കൊടുക്കുക. അത്രമാത്രം അവർക്ക് വേണ്ടുള്ളൂ. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കേൾവി തന്നെയാണ്. കേൾക്കുക. ഈ ഒരു കേൾക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും, ഇതൊക്കെ ചെറിയ കാര്യമല്ല, ഇത് എന്തിനാ പറയണമെന്നുള്ളത്. പക്ഷെ ഇത് എത്രത്തോളം വാല്യൂ ഉള്ളതാണെന്ന് അറിയോ? അത് ഓരോ ഭാര്യമാർക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പൊ നിങ്ങളുടെ ഭാര്യയുടെ കൂടെ ഇരുന്ന് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന, അവരാഗ്രഹിക്കുന്ന അത്രയും നേരം സംസാരിക്കുകയും
അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയും ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഭാര്യ എത്ര ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേസമയം ഭാര്യമാർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ നിൽക്കാതെ അവരോട് സംസാരിക്കാൻ സമയം കണ്ടെത്താതിരിക്കുന്ന ഒരു ഭർത്താവാണെങ്കിൽ നിങ്ങളുടെ ഭാര്യ ഒന്ന് സൂക്ഷിച്ചു നോക്ക്. ആ ആളുടെ ലൈഫിൽ ഹാപ്പി ആണോ എന്നുള്ളത് ഒരിക്കലും ആവില്ല. അവരുടെ മുഖത്തൊരു തെളിച്ചം നിങ്ങൾക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഓരോ ഭാര്യമാരുടെയും മുഖത്തുള്ള ആ ഒരു സൗന്ദര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വെളുത്തിരിക്കുക അങ്ങനെയൊന്നുമല്ല. എങ്കിലും അവരുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഭർത്താവിൻ്റെ കയ്യിൽ തന്നെയുള്ളത്. അപ്പം നിങ്ങൾ അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടിരിക്കുക. അപ്പോഴാണ് അവർക്ക് ഫീൽ ചെയ്യുക അവർ ഭയങ്കര വാല്യൂ ഉള്ള ഒരു പേഴ്സൺ ആണ്, അവർക്ക് നിങ്ങളുടെ മനസ്സിൽ വലിയ രീതിയിലുള്ള പ്രാധാന്യമുണ്ട് എന്നുള്ളതൊക്കെ അവർക്ക് ഫീൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ ഒരു ജഡ്ജ്മെന്റും ഇല്ലാതെ നിങ്ങൾ കേട്ടിരിക്കണം. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് സമയം തന്നെയാണ്. ഇതിനെക്കുറിച്ച് ഓൾറെഡി ഞാൻ ഇപ്പോൾ പറഞ്ഞ പോയിന്റ്സിലൊക്കെ പറഞ്ഞു കഴിഞ്ഞതാണ്. ക്വാളിറ്റി ടൈം എന്നുള്ളത്. ക്വാണ്ടിറ്റി ടൈമിൽ കാര്യമില്ല കേട്ടോ. ഇപ്പൊ നിങ്ങൾ അവരുടെ കൂടെ 1 മണിക്കൂറും 2 മണിക്കൂറും ഇരുന്നു എന്നുള്ളത് കൊണ്ട് ഒരു കാര്യമില്ല. ക്വാളിറ്റിയാണ് നമുക്ക് വേണ്ടത്. ഇരുന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളതിലാണ് ക്വസ്റ്റ്യൻ. അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുകയും അതുപോലെ നിങ്ങൾക്ക് പറയാനുള്ളത് അവരോട് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? ജസ്റ്റ് രണ്ടുപേരും ഒരുമിച്ചിരുന്ന് എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ കൈ ചേർത്ത് പിടിച്ചിട്ടുണ്ടോ? അതല്ലെങ്കിൽ ഒന്ന് പുറത്തേക്ക് നിങ്ങൾ ഇറങ്ങിയിട്ടുണ്ടോ? അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടോ? ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ കുറേ സമയം ഞാൻ അവളുടെ കൂടെ തന്നെയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല. സോ ക്വാണ്ടിറ്റി ടൈമിനല്ല ക്വാളിറ്റി ടൈമിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക. അവിടെ നിങ്ങളുടെ ഭാര്യ ഹാപ്പി ആവും. 5ാമത്തെ കാര്യം എന്ന് പറയുന്നത് സുരക്ഷയും വിശ്വാസവുമാണ്. അതായത് നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് അത്രയും സേഫ് ആണെന്ന് ഫീൽ ചെയ്യണം. അതേപോലെ നിങ്ങളെ ആൾക്ക് നല്ല വിശ്വാസമായിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് ചോദിക്കുകയാണ്, ഇപ്പോൾ നിന്റെ ഭർത്താവ് അത് വാങ്ങി തരുമല്ലോ അല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഇല്ല, എൻ്റെ ഭർത്താവ് എനിക്ക് വാങ്ങിത്തരും, എന്നോട് പറഞ്ഞിട്ടുണ്ട് എനിക്കത് ചെയ്തു തരാം എന്നുള്ളത്. ഓഫ് കോഴ്സ് ആൾ ചെയ്തു തന്നിരിക്കും എന്നുള്ളത് ആൾക്ക് ഉറപ്പ് പറയാൻ പറ്റണം, ഒരു സംശയം ഇല്ലാണ്ട് പറയാൻ പറ്റണം. അത് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയ്ക്ക് എന്തെങ്കിലുമൊക്കെ വാക്കുകൾ കൊടുക്കണമെങ്കിൽ അത് പാലിക്കുക കേട്ടോ. നമ്മളിപ്പോൾ നമ്മുടെ ഫ്രണ്ടിനോട് ചിലപ്പോൾ പറഞ്ഞ വാക്ക് പാലിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കാരണം നമ്മുടെ ഫ്രണ്ടാണ്. അവരൊക്കെ ഇപ്പോൾ വേണമെങ്കിൽ നമ്മുടെ ലൈഫിൽ നിന്ന് പോകാവുന്ന ആളുകളൊക്കെയാണ്. പക്ഷെ നമ്മുടെ പാർട്ട്ണർ എന്ന് പറയുന്നത് ലൈഫ് ലോങ് നമ്മുടെ കൂടെ ഉണ്ടാവേണ്ട ഒരാളാണ്. സോ ഏറ്റവും കൂടുതൽ നിങ്ങളോട് വിശ്വാസം വേണ്ടതും സ്നേഹം വേണ്ടതും ഒക്കെ നിങ്ങളുടെ പാർട്ട്ണർക്കാണ്. നിങ്ങൾ ഒരിക്കലും അത് മറക്കരുത്. ബാക്കിയുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കുന്ന സ്വന്തം പാർട്ട്ണറെ മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്. നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, അവരുടെ കൂടെ ഇരിക്കാൻ ശ്രമിക്കുക. അവരിൽ എപ്പോഴും നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. അതൊക്കെ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക. അപ്പോൾ സേഫ് ആണെന്ന് തോന്നൽ, അതുപോലെ ട്രസ്റ്റ്, ഇതെന്തായാലും അവർക്ക് നിങ്ങളോട് ഉണ്ടാവണം. അങ്ങനെ ഒരാളായിരിക്കണം നിങ്ങൾ. തിരിച്ചും നിങ്ങൾക്ക് അവരെ വിശ്വാസം ഉണ്ടായിരിക്കണം കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചെറിയ രീതിയിൽ പോലും നിങ്ങൾ സംശയിക്കാൻ പാടില്ല. എന്തെങ്കിലും സംശയം വരികയാണെങ്കിൽ അത് ചോദിച്ച് ക്ലിയർ ചെയ്യാൻ കേട്ടോ. അല്ലാണ്ട് പ്രശ്നങ്ങളൊന്നും നിങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് സാധാരണ ഒരു ഭാര്യ ഭർത്താവിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. ഇത് മാത്രമൊന്നല്ല കേട്ടോ, ഇതിനപ്പുറത്തേക്ക് കുറേ ഉണ്ട്. പക്ഷെ എല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രമാണ് ഒരു 4-5 പോയിന്റ്സ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. സോ ഇതിൻ്റെ ബാക്കി ഞാൻ പറയുന്നുണ്ട്, മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് അറിയാൻ താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ നോക്കിയിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് അത് ചെയ്യാം. അതേപോലെ റിലേഷൻഷിപ്പിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.